ചെകുത്താനെ തുറന്നു വിടും, ചെകുത്താനെ ബന്ധനസ്ഥനാക്കും. എന്തൊക്കെയാണ് കൊല്ലത്തിൻ്റെ കൊല്ലവും 3 കൊല്ലം 4 കൊല്ലം എന്നൊക്കെ പറഞ്ഞ വേറൊരു കണക്കതിലുണ്ട്. ഇതെല്ലാം അന്തുകൊണ്ടാ യേശു ക്രിസ്തുവിനോട് ചോദിച്ചു ലോകം അവസാനിക്കാൻ എന്നാന്ന് ചോദിച്ചു. അത് പിതാവായ ദൈവത്തിന് മാത്രം അറിയുള്ളൂ. എന്നാൽ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നു. യേശു ക്രിസ്തു ഭൂമിയിൽ വന്നിട്ട് എന്താ ചെയ്തേ? ബോറടിക്കണ്ടല്ല, എനിക്കും ടയേർഡായി തുടങ്ങി. എന്നാലും ഞാൻ വിട്ടുകൊടുക്കുന്നില്ല. ഞാൻ തന്നെ ഇരുന്ന് വർത്താനം പറയണ ഒരാളാണ്. തന്നെ ഇരുന്ന് വർത്താനം പറയുമ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കണം. ആ ചിന്തകൾ, ആ ഇൻഫോർമേഷൻ. അപ്പോൾ ഒരു ക്യാമറ ഓപ്പൺ ആക്കി വെച്ചാൽ മതി, വേറെ വിശേഷമൊന്നുമില്ല. മനസ്സിലായോ? അപ്പോൾ യേശു ക്രിസ്തു വന്നു ഭൂമിയിലേക്ക് വന്നു. 2000 കൊല്ലമായി യേശു ക്രിസ്തു വന്നിട്ട്, അല്ലേ? 2000 കൊല്ലമായി. അപ്പം ഇങ്ങനെ 2000 കൊല്ലം കൂടുമ്പോൾ ഓരോ തട്ട് ദൈവം അങ്ങനെ കൊടുക്കുന്നതാണ് പറയണത്. അബ്രാഹത്തിൻ്റെ കാലത്തിനോ നോഹയുടെ കാലത്തിനോ ഒക്കെ 2000 കൊല്ലത്തിൻ്റെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പല വീഡിയോസിലും പറയണത്. അത് എത്ര കൊല്ലാന്ന് ഞാൻ ഓർമ്മയിൽ വെച്ചിട്ടില്ല. യേശു ക്രിസ്തു വന്നിട്ട് എന്തായി 2000 കൊല്ലമായി. യേശു ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ യേശു ക്രിസ്തു ഒരിക്കലും ആദ്യം തന്നെ പോയിട്ട് എന്ത് പറഞ്ഞില്ലേ? ആൾക്കാരെ വെറുപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ആദ്യം തന്നെ പോയിട്ട് എന്ത് ചെയ്തു? വെള്ളം വീഞ്ഞാക്കി കൊടുത്തു. വെള്ളം വീഞ്ഞാക്കിയപ്പോൾ എല്ലാ യഹൂദന്മാർക്കും ഭയങ്കര ഇഷ്ടമായി. എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞിട്ട് പോയിട്ട് എന്ത് ചെയ്തു? അഞ്ചപ്പം 5000 പേർക്ക് വീതിച്ചു കൊടുത്തു. മീൻ, അപ്പം ഭക്ഷണം, വീഞ്ഞ്, ക്യാമായി. അപ്പം പിന്നെ ആൾക്കാർ കൂടി. ഇതൊക്കെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് യേശു ക്രിസ്തുവിൻ്റെ. മനസ്സിലായ? ദൈവത്തിലേക്ക് അടുപ്പിക്കാനുള്ള ജനങ്ങളെ ചുറ്റും കൂടിക്കാനുള്ള ഒരു തന്ത്രമാണ് എന്ത്? ഈ വെള്ളം വീഞ്ഞാക്കിയതും അതേപോലെ തന്നെ അപ്പവും വീഞ്ഞും വർദ്ധിപ്പിച്ചതും. പിന്നെ രോഗശാന്തി എന്ന് പറഞ്ഞ ചില്ലറ കാര്യ രോഗശാന്തി കൊടുത്തു. അപ്പോൾ ആൾക്കാർക്ക് പിന്നെ ആക്രാന്തം, യേശു ക്രിസ്തുവിനോട് ആക്രാന്തം, ദൈവത്തിനോട് ആക്രാന്തം. അപ്പോൾ ആൾക്കാർ പിന്നെയും കൂടി. ഇവിടെ നിന്നും എല്ലാ പ്രദേശത്തു നിന്നും ആൾക്കാർ ഇവിടെ വന്നു. എന്തിനാ ഈ ദൈവം യേശു ക്രിസ്തുവിന് ഈ കഴിവ് കൊടുത്ത? ഈ ആൾക്കാരെയൊക്കെ മാർക്കറ്റിംഗ് ചെയ്തിട്ട് ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് യേശു ക്രിസ്തുവിന് ഈ ജോർദാൻ നദിയിലെ മുഴുവൻ വെള്ളം വീഞ്ഞാക്കറിഞ്ഞില്ലേ? ചെയ്തില്ല. ഒരു കല്യാണത്തിന് പോയിട്ട് അവിടെയുള്ള ആൾക്കാർക്ക് ഒന്ന് വീഞ്ഞ് തികയാണ്ട് വന്നപ്പോൾ കുറച്ച് വെള്ളം വീഞ്ഞാക്കി മാറ്റിയെന്നാണ് കാനായിലെ കല്യാണ വീടുന്നില്ല ഭാഗത്തിൽ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഭക്ഷണം, ആവശ്യക്കാർക്ക് ഭക്ഷണം, അപ്പം അതൊക്കെ കൊടുത്തു. ആൾക്കാരുടെ വയറൊക്കെ നിറച്ചു. രോഗശാന്തി കൊടുത്തു. പിന്നാൾ പ്ലേറ്റ് മാറ്റി ബിസിനസ്സിൻ്റെ തന്ത്രം ശരിക്കും എടുത്തു. പിന്നെ പറഞ്ഞ് എന്തുടാ? 7 വട്ടം ക്ഷമിക്കണം. നിന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കണം. 2 ഉടുപ്പുള്ളവൻ ഒരെണ്ണം ഇല്ലാത്തവന് കൊടുക്കണം. ഒരു കൗളത്തടിച്ച മറ്റേ കൗള് കാണിച്ചു കൊടുക്കണം. അത് യഹൂദന്മാർക്ക് ഇഷ്ടമായില്ലേ? മനസ്സിലായ? ഇത് പറഞ്ഞപ്പോഴൊക്കെയാണ് യേശു ക്രിസ്തുവിനെ അവരെന്ത് ചെയ്തത്? കുരിശുമ തറച്ച് കൊണ്ടു. പക്ഷെ ദൈവത്തിന് വേണമെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷിക്കാറുണ്ട്. പക്ഷെ രക്ഷിച്ചില്ല. യേശു ക്രിസ്തു ചോദിച്ചു, അഭ്യർത്ഥിച്ചു. എന്താണ്?
കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ. മാറ്റി കൊടുത്തില്ല, കുരിശ് മരണം അത് നിനക്ക് വരണം. മനസ്സിലായോ? അങ്ങനെയാണ് യേശുക്രിസ്തു കുരിശിൽ മരിക്കണം. ആൾക്കാരനൊക്കെ മാജിക് അല്ലെങ്കിൽ അത്ഭുതങ്ങൾ കാണിച്ച് ദൈവത്തിലേക്ക് ആകർഷിച്ചിട്ട് ദൈവത്തിന് എന്താ പറയാളെ 70 വട്ടം ക്ഷമിക്കാൻ പറയുന്നു. എളുപ്പമാണ്, അവർക്ക് സഹിച്ചില്ലേ. അതേപോലെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നല്ല ഉപദേശങ്ങൾ ഇങ്ങനെ കൊടുത്തു. ഈ നല്ല ഉപദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു ആദ്യമേ വെള്ളം വീഞ്ഞാക്കിയിട്ടും അതേപോലെ രോഗശാന്തി കൊടുത്തിട്ടും അപ്പവും മീനും വർദ്ധിപ്പിച്ചിട്ടൊക്കെ അത്ഭുതങ്ങൾ കാണിച്ചതിന് ആൾക്കാരെ കൂട്ടാൻ. മനസ്സിലായോ? അല്ലാണ്ട് ഈ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഈ ഭൂമി മുഴുവൻ സൃഷ്ടിച്ച ഒരു ദൈവത്തിൻ്റെ മോന് വന്നിട്ട് ഇങ്ങനെ ഈ 50 അത്ഭുതം കാണിക്കണേ. ഇത്ര ചെറിയ ചെറിയ അത്ഭുതങ്ങൾ പ്രപഞ്ചം സൃഷ്ടിച്ചതാണ്. ആകാശം, നക്ഷത്രം, സൂര്യൻ, ഗ്രഹങ്ങൾ, അന്തമില്ലാത്ത ലോകം, അന്തമില്ലാത്ത പ്രപഞ്ചം. ഈ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മോന് വന്നിട്ട് ഇങ്ങനത്തെ ചപ്പടി വിദ്യ കാണിക്കേണ്ട കാര്യം എന്താ? ജനങ്ങളെ ക്യാൻവാസ് ചെയ്യുക ദൈവത്തിലേക്ക്. മനസ്സിലായോ? ക്യാൻവാസ് ചെയ്തതൊക്കെ ഇഷ്ടമായി, കാര്യം തിരിഞ്ഞു. അപ്പം ആൾക്കാരുടെ വിധം മാറി. ചാമ്പി. ഏതാണ്ട് ഒരു 10 കൊല്ലം മുമ്പ് ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തിനാ ചക്കര നീ അച്ചമ്പട്ടത്തിന് പോയെന്ന്. വാ. ആ വീഡിയോ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനൊരു വൈദിക വിദ്യാർത്ഥി ഒരു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും വൈറലായിട്ടുണ്ടായിരുന്നു. എന്താ മറുപടി കൊടുത്തത്? പോയതല്ല, വിളിച്ചതാ. അതാണ് ഈ ദൈവവിളി എന്ന് പറയുന്ന സാധനം. ദൈവം വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകണം, പോവാണ്ടിരിക്കാൻ പറ്റില്ല. അതാണ് ആ വിളി. കുരിശെടുത്തിട്ട് യേശുക്രിസ്തു കുരിശ് വരിച്ച് കാൽവരിയിൽ പോയി കുരിശ് മരണം വഹിച്ച പോലെ നമ്മൾ നമ്മുടെ കുരിശെടുത്ത് ആ വഴിയെ കൂടെ കൊണ്ട് പോകണം. കുരിശിൻ്റെ ചോട് വരെ, ജീവിതാവസാനം വരെ. അതാണ് ദൈവവിളി. മനസ്സിലായി? അപ്പം പോയതല്ല, വിളിച്ചതാ. ആ ഡീക്ക മറുപടി കൊടുക്കും. ആ ഡീക്ക എവിടെയുള്ള ഡീക്കനാന്നറിയാം? ബാംഗ്ലൂര് കൈക്കൊണ്ടഹള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് സെൻറ്റ് നോബർട്ട് ചർച്ച് എന്ന് പറയുന്ന ഒരു ചർച്ചുണ്ട്. ആ ചർച്ചിലെ ആ കാലഘട്ടത്തിലെ വൈദിക വിദ്യാർത്ഥിയാണ് എൻ്റെ അറിവനുസരിച്ചിട്ട് ഡീക്കൻ. ആ ഡീക്കനോട് ആ മറുപടി കൊടുക്കാൻ പറഞ്ഞ ആളാരാന്നറിയോ? ആരെങ്കിലും അവിടെ അല്ലേ? അല്ല, പിന്നെ വിട്ടുകൊടുക്കാൻ പാടില്ല. എന്നാലും ആ ചർച്ചിൽ നിങ്ങൾ പോയില്ല. ആ ചർച്ചിൽ പോയി കഴിഞ്ഞാൽ ഒരു 10 കൊല്ലം മുമ്പാണ് ആ ചർച്ചിൽ ആ കോണിയുണ്ട്. ചർച്ചിലേക്ക് ഫസ്റ്റ് പോകുമ്പോൾ ആ ചർച്ച് സൈഡ് ഒരു കോൺവെൻറ്റ്, പിന്നെ ഒരു സെമിനാരി. അതാണ് അതിൻ്റെ ഏരിയയിലുള്ള പ്രോപ്പർട്ടികൾ. അപ്പോൾ ഈ ചർച്ചിലേക്ക് ചെല്ലുമ്പോൾ ചർച്ചിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു കോണിയുണ്ട്. ഏതാണ്ട് 2014 കാലഘട്ടത്തിൽ, 14-15 കാലഘട്ടത്തിൽ ആ കോണിയുടെ അവിടെ ഒരു മാതാവിൻ്റെ ഗ്രോട്ടോ ഉണ്ട്. ശ്രദ്ധിച്ചില്ല?
ഈ മാതാവിൻ്റെ ഗ്രോട്ട അവിടെ വന്നിട്ട് ഏതാണ്ട് 10 കൊല്ലത്തോളമായി. ഞാൻ ഞായറാഴ്ചകളിൽ ആ കാലഘട്ടത്തിൽ 2014 കാലഘട്ടത്തിൽ ആ ചർച്ചിലേക്ക് പോകാറുള്ളത് ഞായറാഴ്ചകളിൽ. അതിൻ്റെ അടുത്തായിരുന്നു ഞാൻ വർക്ക് ചെയ്യേണ്ടായിരുന്നത്. ആ ചർച്ചിലേക്ക് പോകുമ്പോൾ എന്താ പറയുക, ഒരു വിഷമമാണ് നമുക്ക് ഈ ക്രിസ്ത്യാനികൾക്ക്. പള്ളിയെ പോകുമ്പോൾ ഒരു മാതാവിൻ്റെ ഗ്രോട്ടോ കാണാൻ ഒരു മാതാവിൻ്റെ ഗ്രോട്ടോ വേണം. ഒരു മാതാവിനെ കണ്ടില്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് ഉറക്കം വരില്ല. പള്ളിയിലേക്ക് കയറുമ്പോൾ ആദ്യം മാതാവിനെ കാണും. എനിക്കങ്ങനെയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ കോൺവെൻറ്റിൽ ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന ഒരു മാതാവിൻ്റെ രൂപമോ അതോ ഒരു മാതാവിൻ്റെ രൂപമോ അതോ ഒരു കോൺവെൻറ്റിലെ ചിലപ്പോൾ അവരുടെ സഭയിലെ ഏതോ വിശുദ്ധയുടെ രൂപമെന്ന് എനിക്കറിയില്ല. ഒരു രൂപമുണ്ട്, പക്ഷെ അത് പോരാ. അത് കോൺവെൻറ്റിൽ. പള്ളിയിൽ ഞാൻ പോകുമ്പോൾ എനിക്ക് മാതാവിനെ കാണും. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരെണ്ണം ഒപ്പിച്ചവിടെ നമ്മളൊരു മാതാവിനെ അവിടെ ഒപ്പിച്ചു. നമ്മളെ ശുക്രബുദ്ധി ഉപയോഗിച്ച് അവിടെ ഒപ്പിച്ചത് ശുക്രബുദ്ധിയൊന്നും അല്ല കേട്ടോ. ആൾക്കാർ കാശ് ചിലവാക്കി സിമെൻറ്റും മണലൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു മാതാവാണ് അത്. ഒരു ഗ്രോട്ടോ ആണ് അത്. പക്ഷെ ആ കാലഘട്ടത്തിലാണ് ആ ഗ്രോട്ടോ അവിടെ വന്നിട്ടുള്ളത്. ഇത് രണ്ടും ആ കാലഘട്ടത്തിലാണ്. ഈ മറുപടി കൊടുത്തതും ആ കാലഘട്ടത്തിലാണ്. ആ ഗ്രോട്ടോ വന്നത് ആ കാലഘട്ടത്തിലാണ്. ഞാൻ ആ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതും ആ കാലഘട്ടത്തിലാണ്. പിന്നെ നിർത്തി. പിന്നെ ഞാൻ ജോലി മാറി വേറെ സ്ഥലത്ത് പോയി. പോയപ്പോൾ എന്തുണ്ടായി? ഒന്നുണ്ടായില്ല. ഉറക്കം വരിക അല്ലേ? ഇപ്പം ഇത്ര പിടിക്കേ, ഇനി സമയമാകുമ്പോൾ ഞാൻ തരാം.